ഹായ് നമസ്കാരം, ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എണ്ണപ്പത്തിരിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്സ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാനൊരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 7-8 ചുവന്നുള്ളി. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം, ഒത്തിരി അരഞ്ഞു പോകരുത്. ഇനി ഇതിനകത്തൊരു 1/4 കപ്പ് അളവിൽ തേങ്ങ, ഒരു 1/4 സ്പൂൺ അളവിൽ നല്ല ജീരകം, ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാന് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യില്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. എണ്ണയ്ക്കകത്തോ നെയ്ക്കകത്തോ വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണേ. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടാകും. അത്രയും സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കളറെല്ലാം നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ബൗളിനകത്തോട്ട് ഒരു 1/4 ബൗൾ അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഈ ബൗളിലോട്ട് തന്നെയാണ് അരിപ്പൊടിയും എടുക്കുന്നത്. അരിപ്പൊടി എടുക്കുന്ന പാത്രത്തിൽ തന്നെ വേണം നമുക്ക് വെള്ളവും അളന്നൊഴിക്കാൻ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ബൗൾ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും നല്ല ജീരകം ഉണ്ടല്ലോ, അതോടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതോടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അത്രയും സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ അരിപ്പൊടിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അത്രയും സമയം നമുക്കിതൊന്ന് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചെറിയ ആവിയിലിരുന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരാനായിട്ടാണ്. ഞാനൊരു കൗണ്ടർ പോയിന്റിലോട്ട് ഇതിൻ്റെ ആ പൊടിയുടെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷമേ ബാക്കി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നാൽ ഞാൻ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുഴച്ചെടുക്കാൻ പാകമായിട്ടുള്ള ഒത്തിരി ആറിപ്പോകല് കേട്ടോ. കുഴച്ചെടുക്കാൻ പാകത്തിന് ഉള്ള ചൂടിൽ തന്നെ ഇത് വേണം കുഴച്ചെടുക്കണം. എങ്കിലേ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കയ്യിൽ അരിപ്പൊടി ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണ കയ്യിലോട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നമ്മൾ കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു ഇത് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണേ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാനിതൊന്ന് പകുതിയാക്കിയിട്ടാണ് ഒന്ന് പരത്തിയെടുക്കുന്നത്. ഞാൻ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് ഷേപ്പ് കിട്ടാനായിട്ട് ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി തിന്നായിട്ട് പരത്തി എടുക്കരുത്. ഞാൻ എൻ്റെ കട്ടി ഒന്ന് കാണിച്ചു തരാം. അടുത്തൊന്ന് പരത്തി എടുക്കട്ടെ. എന്നിട്ട് ഞാൻ ഏത് കട്ടിക്കാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമേ. എല്ലാം ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഒത്തിരി തിന്നാക്കി എടുത്താൽ നമ്മുടെ പത്തിരി ശരിയായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഈ ഒരു കട്ടിക്കാണ് ഇതൊന്ന് പരത്തി എടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാം ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഒരു പാന് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷമേ പത്തിരി ഇട്ട് കൊടുത്ത് ഇങ്ങനെ ചുട്ടെടുക്കാവേ. ഇല്ലെങ്കിൽ ഇത് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. നല്ല എണ്ണ ചൂടായി കിടക്കുവാണെങ്കിൽ എണ്ണ ഒട്ടും കുടിക്കത്തില്ല കേട്ടോ. നല്ലതായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് കിട്ടും. ഞാൻ ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടും കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം മറ്റേ സൈഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കാമേ. ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കണേ. ഇല്ലെങ്കിൽ പുറം ഭാഗം മാത്രം ഒന്ന് മുരിഞ്ഞിരിക്കും, അകംഭാഗം വേഗാതെയും വരുവേ. നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കണം. ഇത് തണുത്ത് പോയി കഴിഞ്ഞാൽ ഹാർഡാകും. നമ്മൾ മൈദപ്പൊടി ആട്ടപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അരിപ്പൊടിക്കകത്താണല്ലോ നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. ഞാൻ ബീഫ് കറിയിലൂടെയാണ് സെർവ് ചെയ്യുന്നത്. നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. നമ്മുടെ പത്തിരി ഇവിടെ റെഡിയാണ്. ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് തയ്യാറാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാനുള്ള അടിപൊളി കോമ്പിനേഷനാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യുക. താങ്ക് യു.